ഇറാനുമായിട്ടുള്ള യുദ്ധം അമേരിക്കയും ഇസ്രയേലും വീണ്ടും ആരംഭിക്കാൻ പോവുകയാണോ? അമേരിക്കയുടെയും ഇറാൻ്റെയും ഡിമാൻഡ്സുകളോ? അപ്പോൾ പിന്നെ ഇസ്രയേലിൻ്റെ കാര്യമോ? അതുപോലെ ആഫ്രിക്കയിൽ വളരെ ഫാസ്റ്റായിട്ടുള്ള രീതിയിൽ സ്പ്രെഡ് ചെയ്യുന്ന എബോള വൈറസിനെ പറ്റിയോ? ഇതും ബൈബിളും അന്ത്യകാലവും ഇവയൊക്കെ തമ്മിലുള്ള കണക്ഷൻ എന്താണ്? അതൊക്കെയാണ് ഇന്നത്തെ ഈ അപ്ഡേറ്റിൽ. ഹലോ, ഐ എം ജോർജ് മാത്യു അലക്സിയോസ് ആൻഡ് വെൽക്കം ടു പോയിന്റർ ടു എറ്റേണിറ്റി. ഓക്കെ, ഞാൻ ഈ അപ്ഡേറ്റ്സ് ഒക്കെ ഷെയർ ചെയ്യുന്നത് ഇതൊരു ന്യൂസ് കാസ്റ്റ് പോലത്തെ രീതിയിൽ നിങ്ങളോട് പറയുക അല്ലെങ്കിൽ ന്യൂസ് പറയുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയല്ല. ഇതെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നതിലൂടെ നമ്മുടെ ഉദ്ദേശം ബിബ്ലിക്കൽ സിഗ്നിഫിക്കൻസ്, നമ്മുടെ ചുറ്റുപാടും സംഭവിക്കുന്ന കാര്യങ്ങളുടെ ബൈബിൾ സംബന്ധിച്ച് നമുക്ക് എന്ത് മനസ്സിലാക്കാം, അതിനുവേണ്ടിയാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെ ഉള്ള എപ്പിസോഡുകളിലൂടെ ലോക സംഭവങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ പോകുന്നതെന്നും ബൈബിളിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവം നൽകിയ പ്രവചനങ്ങൾ അതുപ്രകാരം ഈ കാലഘട്ടത്തെ വിവേചിക്കാനും അതുപ്രകാരം ദൈവസന്നിധിയിൽ നേരോടെ നടക്കുവാനും ദൈവത്തിന് പ്രസാദകരമായി നാം ജീവിക്കണം, അതിനുവേണ്ടിയാണ് ഇപ്രകാരമുള്ള എപ്പിസോഡ്സ് നമ്മൾ ചെയ്യുന്നത്. ഒരു കാര്യം നമ്മൾ ഇപ്രകാരമുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ദാനിയേലിൻ്റെ 70-ാമത്തെ ആഴ്ചവട്ടം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. കാരണം അതുപ്രകാരം അല്ലെങ്കിൽ അത് ആരംഭിക്കുന്നതിന് മുമ്പ് ഇസ്രയേൽ എന്ന ഒരു ജനത ലോകത്തിൻ്റെ ശ്രദ്ധയുടെ സെൻട്രൽ സ്റ്റേജിലായിരിക്കണം. ഇപ്പോൾ തന്നെ കുറച്ച് വർഷങ്ങളായിട്ടുള്ള രീതിയിൽ ഇസ്രയേൽ അപ്രകാരം സക്കറിയ പ്രവാചകൻ്റെ വാക്കുകൾ നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ, ഒരു ബേർഡൻസം സ്റ്റോൺ, ഒരു ഭാരമുള്ള കല്ല് ചുറ്റിനുമുള്ള രാജ്യങ്ങൾക്കും ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങൾക്കും ഇസ്രയേൽ ഒരു ഭാരമുള്ള കല്ലാക്കി ദൈവം വെക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്രകാരമുള്ള ഒരു സാഹചര്യമല്ലേ ഇപ്പം നാളുകളായിട്ടുള്ള രീതിയിൽ നമ്മൾ ഇസ്രയേലിനെ കുറിച്ച് നമ്മൾ കണ്ടുവരുന്നത്. ആൻഡ് ഇറാൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഈ ആഴ്ചയുടെ ആദ്യം തന്നെ ഒന്ന് പറഞ്ഞിരുന്നു, ഈ ആഴ്ചയുടെ അവസാനം വെള്ളിയാഴ്ച അല്ലെ ശനി അല്ലെങ്കിൽ കൂടിപ്പോയ ഞായറാഴ്ചക്കകം ഇറാൻ ഈ കരാറ് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇറാൻ എല്ലാ കാര്യങ്ങളും സമ്മതിക്കണം, ഇല്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാം. ഇതിപ്പം കുറേ പ്രാവശ്യമായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. ഇറാനിയൻസ് അപ്പോഴൊക്കെ നോ പറയും, അപ്പോഴൊക്കെ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും കൂടെ ചേർത്തൊരു ജോയിൻറ്റ് ആക്രമണം ഇറാൻ്റെ മേൽ വരികയും ചെയ്യും. ഇപ്പോൾ തന്നെ നിങ്ങൾ ചിലപ്പോൾ മറ്റ് ചില ന്യൂസ് ഔട്ട്ലെറ്റ്സിലൂടെയൊക്കെ കേട്ട് കാണുമായിരിക്കാം, അമേരിക്കയും ഇറാനും ഇപ്പോൾ ഒരു ഡീല്, ഒരു കരാർ ഉണ്ടാക്കുന്നതിൻ്റെ വക്കിലാണെന്നുള്ളത്. ആൻഡ് പാകിസ്ഥാൻ്റെ ആർമി ചീഫ് ടെഹ്റാൻ ഇറാനിലോട്ട് പോയെന്നും അങ്ങനെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള കരാറൊക്കെ ഫൈനലൈസ് ചെയ്യാൻ പോവുകയാണെന്നൊക്കെ നിങ്ങൾ കേട്ട് കാണാം. യഥാർത്ഥത്തിൽ നമ്മൾ ഈ കാണുന്ന ഡീൽ, ഇപ്പോഴത്തെ ഫോർമാറ്റിൽ കാണുന്ന ഡീൽ നടക്കാൻ പോകുന്നില്ല. എന്താണെന്നുള്ളത് ഞാൻ അല്പനേരം കഴിഞ്ഞ് പറയാം. പക്ഷേ എന്തോ വലിയൊരു കാര്യം സംഭവിക്കാൻ പോവുകയാണ്. ഒന്നുകിൽ ഇറാൻ വീണ്ടും മറ്റ് അയൽപക്ക അറബ് രാജ്യങ്ങളെ ആക്രമിച്ചെന്നിരിക്കാം, അല്ലെങ്കിൽ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും കൂടെ ചേർന്ന് ശക്തമായിട്ടുള്ള ഒരു ആക്രമണം ഇറാൻ്റെ മേൽ ഉണ്ടാവാം. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു ഡീൽ, ഈ ഒരു കരാർ ഇപ്പോൾ നടക്കത്തില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഞാൻ പറയാം. അതിനു മുമ്പ് ഈ ഡിമാൻഡ്സ് എന്തെല്ലാമാണ് അമേരിക്കയുടെയും ഇറാൻ്റെയും ഡിമാൻഡ്സ്, അത് നമ്മളൊന്ന് നോക്കണം. അമേരിക്കയുടെ ഡിമാൻഡ്സ് പ്രകാരം, ഒന്നാമത്, ഇറാനിൽ ഇപ്പോൾ നടന്ന ഈ യുദ്ധത്തിന് കോമ്പൻസേഷനായിട്ടുള്ള രീതിയിൽ ഒരു കോമ്പൻസേഷനും നൽകില്ല. രണ്ടാമത്, ഇറാൻ്റെ കൈവശമുള്ള 450 കിലോഗ്രാം യുറേനിയം അത് ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിക്ക് കൈമാറണം. 3, ഇറാനിൽ ഒറ്റ ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റി, ആണവ ഫെസിലിറ്റി മാത്രമേ വർക്കിംഗ് ആയി നിർത്താൻ പറ്റുകയുള്ളൂ. അത് തന്നെ വലിയൊരു മിസ്റ്റേക്കാണ്. കാരണം അതും വെച്ചുകൊണ്ട് തന്നെ ഇറാനിയൻസ് പിന്നെയും അവർ യുറേനിയം എൻറിച്ച് ചെയ്യും, അവർ ബോംബൊക്കെ ഉണ്ടാക്കുവാനായിട്ടുള്ളൊരു ശ്രമത്തിലേക്ക് നീങ്ങും. പിന്നെ 4, ഇറാൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഫൈനാൻഷ്യൽ അസറ്റ്സ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കൻ രാജ്യങ്ങളിലുള്ള പല ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഫ്രോസണായി കിടക്കുന്ന ആ ഫൈനാൻഷ്യൽ അസറ്റ്സിനെ റിലീസ് ചെയ്യില്ല, വിട്ടു നൽകില്ല. പിന്നെ 5, ഏതൊരു സീസ് ഫയർ, ഏതൊരു വെടിനിർത്തലും സ്ട്രിക്ട്ലി കണ്ടീഷനിലായിരിക്കും. അതായത് ഇറാൻ ഏതെങ്കിലും കാര്യത്തിൽ ഇപ്രകാരമുള്ള ചില ഡീലിലെ ചില കാര്യങ്ങൾ ലംഘിച്ചാൽ വീണ്ടും യുദ്ധമുണ്ടായേക്കാം. ഇനിയിപ്പം ഇറാൻ്റെ ഡിമാൻഡ്സ് നമ്മൾ നോക്കിയാലോ. ഒന്നാമത്, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഇമ്മീഡിയറ്റ് വെടിനിർത്തൽ, സീസ് ഫയർ. അതിൽ ലെബനോനും ഉൾപ്പെടും. കാരണം ലെബനോനിലാണല്ലോ ഇറാൻ്റെ പകരക്കാരായ ഹെസ്ബുള്ള ഉള്ളത്. അതുകൊണ്ട് അവരെയും കൂടി ഉൾപ്പെടുത്തി ഉടൻ തന്നെയുള്ള ഒരു കംപ്ലീറ്റ് വെടിനിർത്തൽ. പിന്നെ 2, അമേരിക്കയുടെയും UN സെക്യൂരിറ്റി കൗൺസിൽ റെസല്യൂഷൻസ്, ആ നിരോധനങ്ങളുടെ എല്ലാം അതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള റിലീഫ്, അതിൽ നിന്നെല്ലാം ഉള്ള ആശ്വാസം ഉടൻ തന്നെ ഉണ്ടാവണം. പിന്നെ 3, എല്ലാ ഇറാൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള അസറ്റ്സ്, ഈ പറഞ്ഞ ഫോറിൻ രാജ്യങ്ങളിലുള്ള അസറ്റ്സ് ഉടൻ തന്നെ റിലീസ് ചെയ്യപ്പെടണം. 4, ഈ യുദ്ധം നിമിത്തമുണ്ടായിട്ടുള്ള എല്ലാ നഷ്ടങ്ങൾക്കും കോമ്പൻസേഷൻ കിട്ടണം.
അഞ്ചാമത്, ഇറാൻ്റെ അധികാരം, യുറേനിയത്തെ എൻട്രി ചെയ്യുവാനുള്ള അധികാരം അംഗീകരിക്കണം. ആറാമത്, ഇറാൻ്റെ ചുറ്റിനുമുള്ള അയൽപക്ക രാജ്യങ്ങൾ, ഉദാഹരണത്തിന് UAE, ബഹ്റൈൻ, ഖത്തർ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ അമേരിക്ക അവരുടെ സൈന്യത്തെ പിന്മാറിക്കൊണ്ടുപോകണം, വിഡ്രോ ചെയ്യണം. ഏഴാമത്, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് കടലിടുക്കിന് മേൽ ഇറാൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കുകയും അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ആ നേവൽ ബ്ലോക്കേഡും എടുത്തു മാറ്റണം. അപ്പോൾ നിങ്ങൾ ഈ ഡിമാൻഡ്സ് നോക്കുകയാണെങ്കിൽ ഒറ്റ പോയിന്റും രണ്ട് കൂട്ടർ തമ്മിലുള്ള ഒരൊറ്റ പോയിന്റ് പോലും ചേരുന്നില്ല, എഗ്രി ചെയ്യുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെ പറയാൻ പറ്റും ഒരു ഡീൽ, ഒരു കരാർ ക്ലോസ് ആയിട്ടുള്ള രീതിയിൽ നടക്കുമെന്നുള്ളത്? ഇറാനിയൻസ് ചിന്തിക്കുന്നത് ട്രംപ് ഇപ്പോൾ സമ്മതിക്കുമായിരിക്കാം, കാരണം അമേരിക്കയിൽ ട്രംപിൻ്റെ സപ്പോർട്ട് കുറയുന്നു എന്നാണ് ഇറാനിയൻസ് ചിന്തിക്കുന്നത്. പക്ഷേ ട്രംപ് പറയുന്നത് തനിക്ക് ഇനിയും സമയമുണ്ട്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ആ വോട്ടേഴ്സ് തന്നെ ഇലക്ട് ചെയ്തവരുടെ മുമ്പാകെ തനിക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിക്കണം. അതുകൊണ്ട് തന്നെയാണ് താൻ ഈ ഒരു ഡെഡ് ലൈൻ, ഈ ആഴ്ച അവസാനം എന്നുള്ളൊരു ഡെഡ് ലൈൻ തന്നെ താൻ കൊടുത്തത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ യുദ്ധത്തിൽ തന്നെ ഇറാൻ ഒത്തിരി അധികം ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകളും മിസൈൽ ലോഞ്ചേഴ്സും നഷ്ടപ്പെട്ട് കഴിഞ്ഞു. കാരണം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആ എയർ സ്ട്രൈക്കിലൂടെ അവരുടെ ഒരു നല്ല പങ്കും നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ സ്റ്റോക്ക് പൈലിൽ ഇപ്പോൾ 35% മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. മിസൈൽ ലോഞ്ചേഴ്സോ, അതായത് മിസൈൽ ലോഞ്ച് ചെയ്യുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ലോഞ്ചേഴ്സിൽ 30% ഇപ്പോൾ നിലവിലുള്ളൂ, ശേഷിക്കുന്നുള്ളൂ. അപ്പോൾ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഒരു ജോയിൻറ്റ് ആക്രമണം ഇറാൻ്റെ മേൽ ഇനി ഉണ്ടാകുമെങ്കിൽ അതിനിയും നേരത്തെ ഉള്ളതിൻ്റെ അത്രയും ബുദ്ധിമുട്ട് കാണില്ല. വളരെ ഈസി ആയിട്ട് തന്നെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും അത് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ബാലിസ്റ്റിക് മിസൈലോ ഡ്രോണുകളോ ഒന്നുമല്ല വിഷയം, യുറേനിയമാണ് വിഷയം. അപ്പോൾ ഇപ്പോൾ അമേരിക്കയ്ക്ക് 2 ഓപ്ഷനുകളാണുള്ളത്. ഒന്നാമത്, ഇസ്ഫഹാൻ ന്യൂക്ലിയർ ഫെസിലിറ്റിയുടെ ചുറ്റിനും ഒരു ഡീമിലിറ്ററൈസ് സോൺ, അവിടെ യാതൊരു വിധത്തിലും ഇറാൻ്റെ സൈന്യമോ ഒരു മനുഷ്യൻ പോലും അവിടെ ഉണ്ടാവാൻ പാടില്ല. രണ്ടാമത്തെ മറ്റൊരു ഓപ്ഷനാണ് സീക്രട്ട് സർവീസ് ഏജൻസ്, കമാൻഡോസ് പോയി ആ യുറേനിയത്തെ ഇറാൻ്റെ ആണവ ഫെസിലിറ്റിയിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്ത് വെളിയിൽ കൊണ്ടുപോവുക. ഇപ്പോൾ തന്നെ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും സ്പെഷ്യൽ ഫോഴ്സസ് ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാനിൽ നിന്ന് ആ യുറേനിയത്തെ എങ്ങനെയാണ് കടത്തിക്കൊണ്ട് പോകേണ്ടതിനെക്കുറിച്ചുള്ള ട്രെയിനിങ് നടന്നു വരികയാണ്. ഈ ഒരു യുദ്ധം അവസാനിക്കണമെങ്കിൽ ഇറാൻ്റെ കൈവശം യുറേനിയം ഉണ്ടാവാൻ പാടില്ല. ഇറാൻ പറയുമായിരിക്കും യുദ്ധം ഇപ്പോൾ അവസാനിപ്പിക്കണം, അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ആ നേവൽ ബ്ലോക്കേഡ് അവസാനിപ്പിക്കുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. പക്ഷേ ട്രംപ് പറയുന്നത് ആദ്യം ഈ ന്യൂക്ലിയർ വിഷയം സെറ്റിൽ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇറാനിയൻസ് ഇപ്പോൾ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസിൻ്റെ കടലിടുക്കിനെ മുഴുവനുമായിട്ടും കൺട്രോൾ ചെയ്യുക എന്നുള്ള വിഷയം മാത്രമല്ല, അവരിപ്പോൾ വലിയ ഇൻ്റർനെറ്റ് കേബിൾ കമ്പനികളുടെ കൈവശത്ത് നിന്നും പ്രൊട്ടക്ഷൻ ഫീസ്, സംരക്ഷണത്തിന് വേണ്ടിയുള്ള ഫീസും ഇപ്പോൾ ഏർപ്പെടുത്താനായിട്ടുള്ള പദ്ധതിയിലാണ്. ഈ പറയുന്ന ഈ ഇൻ്റർനെറ്റ് കേബിൾസ് ആ ഹോർമൂസ് കടലിടുക്കിൻ്റെ അടിത്തട്ടിലൂടെ പോകുന്ന കേബിൾസാണ്. അപ്പോൾ ആ കേബിൾസ് ലോകത്തിലെ പല രാജ്യങ്ങൾ തമ്മിൽ ബിസിനസ്, ബാങ്കിങ്, കമ്മ്യൂണിക്കേഷൻ, ഇങ്ങനെ പല കാര്യങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അത് റിപ്പയർ ചെയ്യണമെങ്കിൽ ഈ പറയുന്ന കേബിൾ കമ്പനീസ് ഇറാന് പ്രൊട്ടക്ഷൻ ഫീസ് കൊടുക്കണമെന്ന്. ഇറാനിയൻസ് പഠിക്കില്ല, ദേ വിൽ ലേൺ ഓൺലി ദ ഹാർഡ് വേ. അവർ കട്ടിയായിട്ടുള്ള രീതിയിൽ മാത്രമേ അവർ പഠിക്കൂ. ഒന്നുകിൽ വലിയ ശക്തമായിട്ടുള്ളൊരു ആക്രമണം ഇറാൻ്റെ മേൽ വരണം, അല്ലെങ്കിൽ ഇറാൻ്റെ മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ ഒരു നേവൽ ബ്ലോക്കേഡ്, ഈ നാവിക ബ്ലോക്കേഡ് കണ്ടിന്യൂ ചെയ്യുമ്പോൾ അത് പിന്നീട് ഇറാൻ്റെ ഒരു സാമ്പത്തിക കൊളാപ്സിലേക്ക്, ഒരു വലിയ ക്രൈസിസിലേക്ക് ചെന്നെത്തും. ഇനിയിപ്പം ഇത് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ, ഇറാനിയൻസിന് ഇത്രമാത്രം ധാർഷ്ട്യമുണ്ടായിരുന്നു. പേർഷ്യൻ ഗൾഫ് സ്ട്രെയ്റ്റ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു സംഘടന പോലും ഇപ്പോൾ അവർ രൂപീകരിച്ചു. അതെന്താണ്? ഇറാനിയൻസ് പറയുന്നത് ആ ഒരു അതോറിറ്റിയാണ് ഇനിയും സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള എല്ലാ ഷിപ്പിങ്ങിനെയും കൺട്രോൾ ചെയ്യുന്നത്. അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇറാനിലെ മുബാറക്ക് എന്ന് പറയുന്ന സ്ഥലം മുതൽ UAEയിലെ തെക്ക് ഫുജൈറ വരെയും, പിന്നെ ഇറാനിലെ ഗഷം ഐലൻഡ്, ആ ദ്വീപ് മുതൽ UAEയിലെ ഉമ്മൽ ഖെയ്ൻ വരെയുള്ള സ്ഥലങ്ങൾ അത് ഇറാൻ്റെ പരിധിക്കകത്ത് തന്നെയായിരിക്കുമെന്നും, അങ്ങനെ വരുമ്പോൾ UAEയുടെയും ഒമാൻ്റെയും ആ കോസ്റ്റൽ വാട്ടേഴ്സ്, ആ വെള്ളത്തിൻ്റെ ആ പ്രദേശങ്ങൾ പോലും ഇറാൻ്റെ പരിധിക്കകത്ത് വരുന്നതാണെന്നുള്ളൊരു നിലപാടിലേക്കാണ് ഇപ്പോൾ നീങ്ങിയിരിക്കുന്നത്. അവർ വളരെ ഡിഫൈൻഡാണ്, അവർ വളരെ ധിക്കാരത്തോടു കൂടിയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഒരു സ്ട്രൈക്ക് അവരുടെ മേൽ വന്നെങ്കിൽ മാത്രമേ അവർ നെഗോഷിയേറ്റിംഗ് ടേബിൾ ചർച്ച ചെയ്യുന്ന ആ റൂമിലേക്ക് വരികയും പിന്നെ മിഡിൽ ഈസ്റ്റിനെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന പല കാര്യങ്ങളിൽ നിന്നും
അവർ പിന്മാറുകയും ചില കാര്യങ്ങളോട് അവർ സമ്മതിക്കുകയും അങ്ങനെ ലോകത്തിന് തന്നെ ആ പ്രദേശത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സമാധാന സാഹചര്യം വരികയുള്ളൂ. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇറാനിൽ ഭരണകൂടത്തെ മാറ്റുക എന്നുള്ളത് ഒരു ലക്ഷ്യമേ അല്ല. അതുകൊണ്ട് തന്നെ ഒരു കരാർ നമ്മൾ ഒപ്പുവെച്ചാൽ തന്നെ, അതായത് അമേരിക്കയും ഇറാനും ഒക്കെ ഒപ്പുവെച്ചാൽ തന്നെ ഇറാനിലെ ഭരണകൂടം പിന്നീട് അവരുടെ തന്നെ ജനതയോട് കൂടുതൽ ക്രൂരമായിട്ടായിരിക്കും ഇടപെടുന്നത്. ആൻഡ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവർ കറക്റ്റ് സമയത്തിന് നോക്കിയിരിക്കും ഇസ്രയേലിൻ്റെ മേലും ആക്രമണം നടത്താൻ. സോ ഞാനിതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഇറാനിൽ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഭരണകൂടം മാറ്റം വന്നാൽ തന്നെ അത് പിന്നീടും ഹോസ്റ്റൈലായിട്ടുള്ള ഇസ്രായേലിന് വിരുദ്ധമായിട്ടുള്ള ശക്തികൾ ഏറ്റെടുത്ത്, അതായത് ഇറാനിലെ ഭരണകൂടം ഏറ്റെടുത്ത ശേഷം അവർ വീണ്ടും ഇസ്രായേലിനെതിരെ കടന്നു വരും. കാരണം അതാണ് ബൈബിൾ പറയുന്നത്. ഇനിയിപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ള രീതിയിൽ അവർ വളരെ ഒരു ഹ്യൂമിലിയേറ്റിംഗ് ഡിഫീറ്റ്, നാണം കെടുന്ന ഒരു പരാജയം അവർ നേരിട്ട് കഴിയുമ്പോൾ അവർ പിന്നെ ലേയിങ് ലോ, അവർ പിന്നെ പമ്മിയിരിക്കും, പതുങ്ങിയിരിക്കും. എപ്പോഴാണോ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പിന്നെ അധികാരം വിട്ട് ഇറങ്ങുന്നത്, അതായത് അടുത്ത ഇലക്ഷൻ്റെ സമയത്ത് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ മാറി മറ്റൊരു അഡ്മിനിസ്ട്രേഷൻ വരുമ്പോൾ ഇറാൻ വീണ്ടും ഇസ്രായേലിനെതിരെ കടന്നു വരാനായിട്ടുള്ള രീതിയിൽ വരും. ആൻഡ് ഇറാന് ഒറ്റയ്ക്ക് ഇസ്രായേലിനെതിരെ വരാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇറാൻ റഷ്യ, ടർക്കി, പിന്നെ ചില സംഘടിത രാജ്യങ്ങൾ, അതായത് ആ എസെക്കിയേൽ 38 കാണുന്ന ആ സംഘടിത ഗ്രൂപ്പ് ഓഫ് രാജ്യങ്ങൾ അവരുടെ കൂടെ ചേർന്ന് ഇസ്രായേലിനെതിരെ കടന്നു വരികയും ഇസ്രായേലിനെ നശിപ്പിക്കുവാനും കടന്നു വരും. പക്ഷേ നിങ്ങൾ ബൈബിൾ പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്കറിയാം ആ ഒരു അധിനിവേശം എങ്ങനെയാണ് അവസാനിക്കുന്നത്. വൈദവേ എസെക്കിയേൽ 38 അധിനിവേശം എപ്പോൾ, അതിൽ എന്തെല്ലാമാണ് സാഹചര്യം, അതിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ, ഇതെല്ലാം അടങ്ങുന്ന മറ്റൊരു സ്റ്റഡി സെഷൻ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനുള്ളത്, ഇപ്പോഴത്തെ റൈസിങ് റിസ്ക് ഓഫ് ദി എബോള വൈറസ്. എബോള വൈറസിൽ നിന്നുമുള്ള ആ ഒരു ത്രെട്ട്, ആ ഒരു ഭീഷണി. ഈ എബോള വൈറസിൻ്റെ വളരെ വിരളമായിട്ടുള്ള ബുണ്ടിബിഗ്യോ സ്പീഷീസ് എന്ന് പറയുന്ന ആ ഒരു സ്പീഷീസ് ഇപ്പോൾ ആഫ്രിക്കയിൽ, പ്രത്യേകിച്ച് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലും ഉഗാണ്ടയിലും വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്യുക. WHO, അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ഓൾറെഡി ഇതിനെ എ പബ്ലിക് ഹെൽത്ത് എമർജൻസി ഓഫ് ഇൻ്റർനാഷണൽ കൺസേൺ, ഇൻ്റർനാഷണലി കൺസേൺഡ് ആയിട്ടിരിക്കേണ്ട ഒരു എമർജൻസി ഒരു സിറ്റുവേഷൻ ആണെന്നുള്ള രീതിയിൽ തന്നെ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. മാത്രമല്ല ഇത് വളരെ ഫാസ്റ്റായിട്ടാണ് സ്പ്രെഡ് ചെയ്യുന്നതെന്ന് അവർ പറയുകയും ചെയ്തു. WHO തലവൻ ടെഡ്രോസ് ഗബ്രിയേസസ് പറഞ്ഞത്, ഇതിനോടകം എബോളയുടെ 600 സസ്പെക്റ്റഡ് കേസുകളുണ്ടെന്നും 139 സസ്പെക്റ്റഡ് മരണങ്ങളും നടന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹം ഇതും പറയുന്നുണ്ട്, ഇതിൻ്റെ നമ്പേഴ്സ് കൂടിക്കൊണ്ടേയിരിക്കുക. ആസ് ഓഫ് നൗ ഈ ഒരു വൈറസിനെതിരെ ഒരു ക്യൂറില്ല, ഒരു ട്രീറ്റ്മെൻ്റ് ഇല്ല, ഒരു വാക്സിനുമില്ല. 9 മാസമെങ്കിലും എടുക്കും ഈ ഒരു സ്പീഷീസിനെതിരെയുള്ളൊരു വാക്സിൻ ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ. ഹെൽത്ത് ഒഫീഷ്യൽസും അധികൃതരും എല്ലാം ഇപ്പോൾ എങ്ങനെയെങ്കിലും ഈ വൈറസിൻ്റെ പടർച്ച, സ്പ്രെഡിനെ നിയന്ത്രിക്കുവാൻ പ്രവർത്തിച്ചു വരിക. പിന്നെ അമേരിക്ക പോലുള്ള ചില രാജ്യങ്ങൾ ഓൾറെഡി അവരുടെ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്, ആഫ്രിക്കയുടെ ഈ പറയുന്ന രാജ്യങ്ങളിലോട്ട് ആരും സഞ്ചരിക്കരുതെന്നും അമേരിക്കയിലോട്ട് തിരിച്ചു വരുന്നവർ പ്രത്യേക സ്ക്രീനിങ് പ്രൊസീജിയർ അണ്ടർഗോ ചെയ്യണമെന്ന് ഓൾറെഡി അവർ പറഞ്ഞു കഴിഞ്ഞു. ഇതെല്ലാം ബൈബിളും ദൈവത്തിൻ്റെ പ്രവചന കലണ്ടർ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിലൊന്നും ഒരു സർപ്രൈസ്, ഒന്നും ആശ്ചര്യമായിട്ടുള്ള കാര്യമല്ല. യേശു തൻ്റെ ഒലിവുമലയിലെ ആ പ്രഭാഷണത്തിൽ അന്ത്യകാലത്തെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചപ്പോൾ, യേശുവിൻ്റെ 2ാം വരവിന് മുമ്പുള്ള സാഹചര്യം എന്തായിരിക്കുമെന്ന് പഠിപ്പിച്ചപ്പോൾ യേശു തന്നെ പറഞ്ഞു, നിങ്ങൾ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കും, രാജ്യം രാജ്യത്തോട് എതിർക്കും, ക്ഷാമവും ഭൂകമ്പവും മഹാമാരികളും എല്ലാം ഉണ്ടാവും. ആൻഡ് അതിൻ്റെ കൂടെ ഗ്രേറ്റ് സ്പിരിച്വൽ ഡിസപ്ഷൻ, വലിയ ആത്മീക ചതി, അപ്രകാരമുള്ള സാഹചര്യമൊക്കെ ആയിരിക്കും. ഉദാഹരണത്തിന് വ്യാജ പ്രവാചകന്മാർ, പിന്നെ അധർമ്മം, അനേകരുടെ സ്നേഹം തണുത്തു പോകുന്ന അവസ്ഥ, അനേകർക്കും എന്താണ് സത്യം, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയുവാൻ പറ്റാത്ത ഒരു സാഹചര്യം. അപ്പോൾ തന്നെ ഓർക്കണം, ജെനുവിനായി ആത്മാർത്ഥമായി സത്യം അറിയണമെന്ന് അന്വേഷിക്കുന്നവർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അപ്പം ഇതിൻ്റെ എല്ലാം നടുവിലും സത്യസുവിശേഷം പ്രസംഗിക്കപ്പെടും. ഇതെല്ലാമാണ് യേശു പഠിപ്പിച്ചത്. നമ്മൾ നമ്മുടെ ചുറ്റുപാടും നോക്കി അതൊക്കെയല്ലേ ഇപ്പം നാളുകളായിട്ടുള്ള രീതിയിൽ നമ്മൾ കണ്ടുവരുന്നത്. ആൻഡ് ഇസ്രായേലിനെ നോക്കുമ്പോൾ, കാരണം ഇസ്രായേലാണല്ലോ ദൈവത്തിൻ്റെ പ്രവചന ടൈം പീസ്, അതെന്താണെന്നുള്ളതിനെ പറ്റിയുള്ള സന്ദേശം ലിങ്ക് ഏതായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇസ്രായേലിനെ നോക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ഇനി അധികം നാൾ സമയമില്ല. ഇസ്രായേൽ ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് കുറച്ച് നാൾ മുമ്പ് തന്നെ പ്രവേശിച്ച് കഴിഞ്ഞു. അമേരിക്കയുടെ ആ സ്ലോ ആയിട്ടുള്ള ഡിക്ലൈൻ, സ്ലോ ആയിട്ടുള്ള രീതിയിൽ അമേരിക്ക ലോകത്തിൻ്റെ സ്റ്റേജിലെ ആ സ്വാധീനത്തിലും ശക്തിയിലും ക്ഷയിച്ചു പോകുന്ന കാര്യം, ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. പിന്നെ അതിനോടൊപ്പം ഡിഫൈൻ നേച്ചർ ഓഫ് ഇറാൻ,
ഇറാൻ്റെ ഈ ധിക്കാരപരമായിട്ടുള്ള നിലപാട്, പിന്നെ ഇറാൻ എങ്ങനെയാണ് റഷ്യ, ടർക്കി പിന്നെ ഈ പറഞ്ഞ രാജ്യങ്ങളുടെ കൂടെ എല്ലാം ചേർന്ന് എസ്കേൽ 38 കാണുന്ന ആധിനിവേശത്തിൽ ഇസ്രയേലിനെതിരെ കടന്നു വരുന്നു, അതിൻ്റെ ധ്വനികളെല്ലാം കേട്ടു തുടങ്ങുന്നു. ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഉൽപ്രാപണം, യേശു കർത്താവിൻ്റെ മധ്യാകാശത്തിലുള്ള പ്രത്യക്ഷപ്പെടൽ ഏറ്റവും അടുത്തു. അതുകൊണ്ട് ഭയമല്ല നമുക്ക് വരേണ്ടത്, നിരുത്സാഹപ്പെടുകയും അരുത്. ബൈബിൾ എങ്ങനെയാണോ അന്ത്യകാലത്തെ സാഹചര്യം ആയിരിക്കേണ്ടത് എന്ന് വിവരിച്ചിരിക്കുന്നത്, ആ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വേഗം നീങ്ങിക്കയറുകയാണ്. ആൻഡ് ഈ ഒരു കെയോസിൻ്റെയും ഈ ഒരു വലിയ പ്രശ്നവും പ്രതിസന്ധി ഇതിൻ്റെ എല്ലാം നടുവിൽ ഒരു യഥാർത്ഥ ദൈവ പൈതലിനുള്ള പ്രത്യാശ നാം ഉൽപ്രാപണത്തോട് ഏറ്റവും അടുത്തു. അത് സംബന്ധിച്ചുള്ള വീഡിയോ ലിങ്കുകളും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടേണ്ടതിനായി നാം ജീവിക്കണം. ദൈവത്തിന് ഗുണമുള്ള ജീവിതം ജീവിക്കുവാൻ നാം ഉത്സാഹിക്കണം. അങ്ങനെ വേണം നാം സമയം ചെലവഴിക്കുവാൻ. ആൻഡ് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പേ എനിക്കൊരു കാര്യം നിങ്ങളോട് ഓർപ്പിക്കുവാനുള്ളത്, നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ജീവിതം യേശുവിന് വേണ്ടി സമർപ്പിച്ചില്ലെങ്കിൽ, യേശുവിന് വേണ്ടി ജീവിക്കാമെന്നൊരു സമർപ്പണ തീരുമാനം എടുത്തില്ലെങ്കിൽ, നാളേക്കെന്ന് പറഞ്ഞ തീരുമാനം മാറ്റിവെക്കരുത്. എങ്ങനെയാണ് ചെയ്യേണ്ടത്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ള സന്ദേശങ്ങളും ഉണ്ട്, അതിൻ്റെ ലിങ്കുകളും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ തീരുമാനം ഇന്ന് തന്നെ നിങ്ങൾ എടുക്കണം. ആൻഡ് നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യണം. ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ എപ്പോഴും എനിക്ക് ടെലഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എങ്കിലും ടെലഗ്രാം ചാനലിലായിരിക്കും ഞാൻ ഈ ന്യൂസ് അപ്ഡേറ്റ്സ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ആ ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആൻഡ് ഈ ഒരു സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ചേർന്ന് കാണുന്ന ബെൽ ബട്ടണോടെ പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷനും കൂടെ എനേബിൾ ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.